ഐ ലീഗിൽ റിയൽ കാശ്മീരിനെതിരെ ഗോകുലം കേരള എഫ്സിക്ക് സമനില. ഓരോ ഗോൾ വീതം നേടിയാണ് കോഴിക്കോട് EMS കോർപ്പറേറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം ഇരു ടീമുകളും അവസാനിപ്പിച്ചത്. സമനില വഴങ്ങിയെങ്കിലും ഇരു ടീമുകൾക്കും പോയിന്റ് പട്ടികയിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു. ഈസ്റ്റ് ബംഗാളിനെതിരെ കൊൽക്കത്തയിൽ വഴങ്ങിയ നാണംകെട്ട തോൽവിക്ക് ശേഷം സ്വന്തം കാണികൾക്ക് മുന്നിൽ വിജയം പ്രതീക്ഷിച്ചിറങ്ങിയ കേരളം തുടക്കത്തിൽ തന്നെ മേധാവിത്വം പുലർത്തി. 20-ാം മിനിറ്റിൽ നേടിയ ഗോളിലൂടെ പ്രീതം സിംഗ് ആതിഥേയരെ മുന്നിലെത്തിക്കുകയായിരുന്നു. ആദ്യ പകുതിയിൽ മുന്നിട്ട് നിന്നെങ്കിലും രണ്ടാം പകുതിയിൽ കാശ്മീർ ഒപ്പമെത്തി. 69-ാം മിനിറ്റ് സുർചന്ദ്ര സിംഗാണ് ഗോൾ നേടിയത്. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടുകയും ചെയ്തതോടെ മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമത്തിലായിരുന്നു ഇരു ടീമുകളും. നിരവധി ഗോൾ അവസരങ്ങൾ പിറന്ന മത്സരത്തിൽ പക്ഷേ ലക്ഷ്യം കാണുന്നതിൽ ഇരു ടീമുകളും പരാജയപ്പെട്ടു. ഈസ്റ്റ് ബംഗാളിനെതിരെ കളിച്ച ടീമിൽ നിന്നും 5 മാറ്റങ്ങളുമായാണ് ഗോകുലം കേരള FC കാശ്മീരിനെതിരെ ഇറങ്ങിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ടീം വിട്ട ആന്റോണിയോ ജെർമന് പകരക്കാരനായി നൈജീരിയയിൽ നിന്നുള്ള ജോയൽ സൺഡേയെ ടീമിലെത്തിച്ചു. കൊൽക്കത്ത പ്രീമിയർ ലീഗിലെ റെയിൻബോ FCയുടെ താരമായിരുന്ന ജോയൽ സൺഡേയെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ടീമിലെത്തിക്കുന്നത്. റിയൽ കാശ്മീരിനെതിരെ മുഴുവൻ സമയവും താരം കളിക്കുകയും ചെയ്തു. ഷില്ലോങ് ലജങ്സിനെ 1-6 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കാശ്മീർ കോഴിക്കോട് എത്തിയത്. എന്നാൽ കോഴിക്കോട് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. ഗോകുലം കനത്ത വെല്ലുവിളിയാണ് കാശ്മീർ ഉയർത്തിയത്. സമനിലയോടെ കാശ്മീർ 2-ാം സ്ഥാനത്തേക്കും ഗോകുലം 6-ാം സ്ഥാനത്തേക്കും ഉയർന്നു. ടൂർണമെൻറ്റിൽ ഗോകുലം വഴങ്ങുന്ന 4-ാമത്തെ സമനിലയാണിത്. 2 മത്സരങ്ങൾ ജയിച്ചപ്പോൾ 2 മത്സരങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സമനില വഴങ്ങുന്ന ക്ലബ്ബായി ഗോകുലം മാറി. ലീഗിൽ 4 സമനിലകളുള്ള ചർച്ചിൽ ബ്രദേഴ്സും ഗോകുലത്തിനൊപ്പമുണ്ട്. ഗോകുലത്തിൻ്റെ ഗോളെന്നുറപ്പിച്ച നിരവധി അവസരങ്ങളാണ് ക്രോസ് ബാറിൽ തട്ടി മടങ്ങിയത്. മത്സരത്തിൽ ലീഡ് നേടി ലീഡ് കളഞ്ഞു കുളിക്കുന്നതിലും നിരവധി അവസരങ്ങൾ പാഴാക്കുന്നതിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അതേ വഴിയിൽ തന്നെയാണ് ഗോകുലം കേരള FCയും തുടരുന്നത്. ഗോകുലം കേരള FCയുടെ അടുത്ത മത്സരം ഈ മാസം 21-ന് ഇന്ത്യൻ ആരോസിനെതിരെ അവരുടെ തട്ടകത്തിലാണ്. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.